Welcome back to my YouTube channel. Today I'm going to show you my day in my life. ഞാൻ ഇപ്പോൾ എണീറ്റ് കുളി കഴിഞ്ഞ് സ്കിൻ കെയറും കഴിഞ്ഞ് ലിപ് ബാം ഇട്ട് ഇരിക്കുകയാണ്. സോ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെ പറയാം, വർക്കിംഗ് ഡേ. സോ നൗ യു ഗോണ ബി റെഡി ഫോർ വർക്ക്. ദെൻ ഞാൻ ഫുഡ് കഴിച്ച് വർക്കിന് പോകും. ദെൻ വർക്ക് പ്ലേസിലെ കാര്യങ്ങൾ, ദെൻ ബാക്ക് ടു ഹോം സ്ലീപ്പിങ്. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാവുക, ലൈക്ക് എഡിറ്റിങ്, ജേണൽ എഴുതൽ ആൻഡ് ട്രാവലിംഗ് ടൈമിൽ ഞാൻ പ്രയർ ചെയ്യലായിരിക്കും മേ ബി. സോ ദീസ് തിങ്സ് ഐ എം ഡൂയിങ്. ലൈക്ക് ഫോഗിവ് ചെയ്യാതെ ഡെയിലി ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ കറൻ്റ്ലി. സോ ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സൗണ്ട് എത്ര ക്ലിയർ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. സോ ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പം ഞാൻ റെഡി ആവാൻ പോവാണ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം, ഇതിൻ്റെങ്ങളൊക്കെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ബിലോ. ബിക്കോസ് ഞാനിത് ഇന്നിടുന്നുണ്ടെന്നും കാണിച്ചില്ല. കുളി കഴിഞ്ഞു നേരെ അതൊക്കെ ഇട്ട്, അത് കുളി കഴിഞ്ഞ് ഇന്നിടുന്ന കാര്യമായ കാരണം അതങ്ങനെ വേഗം ഇട്ട്. സോ ലിപ് ബാമിൻ്റെ എങ്ങാനും മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആണെങ്കിൽ കാണാൻ പറ്റത്തില്ല. ലിപ് ബാമിൻ്റെ എങ്ങാനും ലിങ്ക് വേണമെങ്കിൽ കമന്റ് ബിലോ ഗൈസ്. ഇനിയിപ്പോൾ കുപ്പായം മാറാൻ പോവാണ്. ഇത് ആദർശിൻ്റെ ടീഷർട്ടാണ്. ഓൾവേസ് ഐ എം വെയറിങ് ഹിസ് ടീഷർട്ട് വെൻ ഐ എം അറ്റ് ഹോം. അവൻ്റെ ടീഷർട്ടും തുണിമണികളൊക്കെ ആയിരിക്കും ഒരുവിധം ദിവസങ്ങളൂടെ. സോ ഇത് മാറി വർക്കിന് പോകാൻ ഡ്രസ്സ് ഇടണം. ദെൻ ഹെയർ സ്റ്റൈൽ ചെയ്യണം, കുറച്ച് മേക്കപ്പ്, അല്ല ചില്ലറ മേക്കപ്പ്, എന്നിട്ട് വല്ലതും മുണങ്ങണം. മുണങ്ങി വേഗം ഒതുക്കണമെന്ന് എനിക്കൊരു ലെറ്റർ എഴുതണം ഫോർ മൈ മാനേജർ. അത് ഞാൻ എന്താണെന്ന് ഞാൻ കാര്യം പറയുന്നില്ല. സംതിങ് സ്പെഷ്യൽ, സംതിങ് സർപ്രൈസിങ് ഫോർ യു ആൻഡ് ഓൾമോസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന്. പേഴ്സണലി എന്നെ അറിയുന്നവർക്കും അതൊരു സർപ്രൈസ് കാര്യമാവും. അത് ഞാനൊരു വേറെ വീഡിയോ വെച്ചു, നോട്ട് നൗ, അതിൻ്റെ ടൈം എടുക്കുമ്പോൾ. സോ ദാറ്റ്സ് ഇറ്റ് ടുഡേ. ഇന്ന് നമുക്ക് കഴിക്കാൻ ഇന്നലെ കഴിച്ച സെയിം ഫുഡ് തന്നെയാണ്. ബിക്കോസ് ഞാൻ വീക്കിലി മീൽ പ്രിപ്പാണ്. ലൈക്ക് സെയിം കറി ആയിരിക്കും 1 വീക്ക്. ഇഫ് ഐ ഫിനിഷ് ദാറ്റ് കറി, അത് അനദർ കറി എടുക്കും. അതർവൈസ് ആ സെയിം കറി ആയിരിക്കും മുണങ്ങുക. സോ ഞാൻ വീക്കിലി മീൽ പ്രിപ്പ് ചെയ്തപ്പോൾ ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ലിവർ റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു, ദെൻ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു, പിന്നെ നമുക്ക് തൈരുണ്ട്, അച്ചാറുണ്ട്. ഇതൊക്കെ മതി എനിക്ക് ഒരാഴ്ചത്തേക്ക് ഓടാൻ. അതൊക്കെ ഇനഫാണ്. ഇപ്പം നമ്മുടെ കൂടെ 1 പേഴ്സൺ മോർ ഉണ്ടെങ്കിൽ, അത് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉണ്ടാക്കും. സോ 4 കറിയൊക്കെ മതി ഒരു വീക്കിലോട്ട് ഓടാൻ. ഇനഫ്. മേ ബി സൺഡേ അത് സ്റ്റിൽ അവിടെ ഉണ്ടാവും. ബിക്കോസ് നമ്മൾ 1 ടൈം ലൈക്ക് വൺസ് ഇൻ എ ഡേ ആണ് ഫുഡ് ഇവിടെ നിന്ന് കഴിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഔട്ട് സൈഡിൽ നിന്നാണ്, വർക്ക് പ്ലേസിൽ നിന്ന് അവിടെ നിന്നൊക്കെയാണ്. പിന്നെ നൈറ്റ് ഒരുവിധം ഫുഡ് കഴിക്കാറില്ല, കുറവാണ്. ഒരു വല്ലപ്പോഴും ഒക്കെ വീക്കിലി 2 once ഒക്കെ ഇപ്പോൾ കഴിക്കാറുള്ളൂ, കുറവാണ്. സോ മോർണിംഗ് എങ്ങനെ വരുന്നറിയാം. മോർണിംഗ് അല്ല, ബ്രഞ്ചായിട്ടാണ് കഴിക്കാറ് 11:30 ഒക്കെ ആകുമ്പോൾ. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ടൈം ഈവനിങ് ആവും. ഗോച്ച ഗൈസ്. സോ നമുക്ക് ഈ തുണിമണികൾ മാറാം. ഇപ്പോൾ സമയം 10:22, 10:30 ആകുമ്പോൾ എനിക്ക് 11:45 ഇറങ്ങണം. സോ റെഡി ആകും. ഞാൻ ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചതല്ല, പിന്നെ വൈ നോട്ട്. പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ ഗൈസ്. ഞാൻ എങ്ങനെയാണ് ദിവസം പോകുന്നതോ വരുന്നതോ ഒക്കെ കാണിക്കാമല്ലോ. ബിക്കോസ് എങ്ങോട്ടും പോകുന്ന വീഡിയോ അല്ല, നോർമലി ഡേയ്സ് ആയ കാരണം എൻ്റെ എടുക്കൊന്നും ഞാൻ കൺഫ്യൂസ്ഡാണ്. ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ് ടുഡേ. സോ ഞാൻ ബെഡ് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഐ എം ഗോണ ഡ്രിങ്ക് സം വാട്ടർ. ആണോ? ഈ വെള്ളം പോണതിന് മുമ്പ് കുടിച്ചെടുക്കും. ലൈക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു 1/2 ലിറ്റർ വാട്ടർ. ഇത് ഇന്നൊന്നിലും തുടങ്ങിയ ശീലമല്ല, ഒരു 7 കൊല്ലം ആയിട്ടുണ്ട് ആക്ച്വലി. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, ഒരു 7 കൊല്ലമായിട്ട് എനിക്കുള്ളൊരു നല്ല ശീലം എന്ന് പറഞ്ഞാൽ ഞാൻ വെറും വയറ്റിൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. സ്റ്റാർട്ടിങ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. 7 കൊല്ലം മുമ്പുള്ള കാര്യമായ കാരണം എനിക്കതങ്ങനെ ഓർത്ത് പറയാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റാർട്ടിങ് എല്ലാവർക്കും ഉള്ള പോലെ നല്ലതാണ്. ലൈക്ക് ബുദ്ധിമുട്ടുണ്ടാവും വെള്ളം കുടിക്കാൻ വെറും വയറ്റിൽ. ബട്ട് എനിക്കിത് യൂസ്ഡായി. എനിക്ക് എന്തോരം വേണമെങ്കിലും വെള്ളം വെറും വയറ്റിൽ കുടിക്കാം.
വേണമെങ്കിൽ 1 ലിറ്റർ കുടിക്കാം. ഞാൻ നന്നായിട്ട് ഹെൽത്ത് നോക്കിയിരുന്ന ടൈമിൽ 1 ലിറ്റർ കുടിക്കാറുണ്ട്. ബിക്കോസ് മോർണിംഗ് തന്നെ വാക്കിങ്ങിന് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ സ്വെറ്റ് ആവും, അപ്പോൾ നമുക്ക് ദാഹിക്കും. ഇപ്പം എനിക്ക് സമയമില്ല എൻ്റെ ഹെൽത്ത് നോക്കാൻ, എന്നാലും ഞാൻ മാക്സിമം ഫുഡിൽ ഇത് നോക്കിയിട്ടാണ് കഴിക്കുക. എന്നെങ്കിലും ഇത് പക്കാ ഡയറ്റല്ല, തോന്നുന്നതൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കും. ബട്ട് മാക്സിമം നൈറ്റ് ഹെവി നിർത്തും. ഹെവി ആയി കഴിയുമ്പോൾ ഭയങ്കര ബ്ലോട്ടിങ്ങാണ്. ഇപ്പം ഞാൻ ഈ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വയറൊക്കെ ഭയങ്കര ഫ്ലാറ്റ്സ് ആയിരിക്കുന്നു. അല്ല ഗൈസ്, എനിക്ക് കുടവയറുണ്ട്. എനിക്കും വയറുണ്ട്. ഇതൊക്കെ കുടിച്ചാൽ ഒരു പെർസെൻറ്റേജ് വരെ നമുക്ക് ഇത് കുടിക്കുന്നത് വയറ് കുറയാൻ മാത്രം വേണ്ടിയാണ്. നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള അണുക്കളൊക്കെ പോകും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്കെന്തോ വെറും വയറ്റിൽ ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിപ്പോൾ യൂസ്ഡ് ആയ കാരണമായിരിക്കാം. മേ ബി എനിക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാലേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് എൻ്റെ ഭക്ഷണം വയറ്റിലേക്ക് പോയി, അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വെള്ളം കുടിക്കുന്ന കാരണം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ വയറ് ഭയങ്കര ഇതായിരിക്കുന്നു. എനിക്ക് കുടവയറുണ്ട്, നല്ല വയറുണ്ട്. അത്ര ബോറായിട്ടുള്ള വയറല്ല, എന്നാലും ഒരു കുട്ടിക്കുമ്പ. ബട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊപ്പം പ്ലസ് വർക്കൗട്ടും ഹെൽത്തി ഡയറ്റും ഉണ്ടെങ്കിൽ തന്നെ നല്ല വെയിറ്റ് ലൂസ് വരും. ബട്ട് ഞാൻ നല്ല തക്കടുമുടനായിട്ടിരിക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ഫേസ് മേക്കപ്പും ഹെയറും ചെയ്യാം. സോ ദിസ് ദ ഔട്ട്ഫിറ്റ്. ഇത് യൂഷ്വലി ഒരു 3/4 ദിവസം ഇടുന്നത് തന്നെയായിരിക്കും ഹോസ്പിറ്റലിലേക്ക്. ബിക്കോസ് ഞാൻ അവിടെ പോയിട്ട് സ്ക്രബാണ് ഇടുക. സോ ഇതൊക്കെ അഴിച്ചു മാറ്റി എൻ്റെ ലോക്കറിൽ വയ്ക്കും. സോ സ്ക്രബ് ഇട്ടിട്ടായിരിക്കും ഞാൻ വർക്ക് പ്ലേസിൽ എൻ്റർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് മേക്കപ്പിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. മേക്കപ്പ് ഇടാൻ ഇനി ഹെയറും കൂടി ചെയ്യണം. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് ലിപ്സ്റ്റിക് ഇടാൻ കഴിച്ചിട്ടാണ്. സോ നോർമലി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുക. ബട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ജസ്റ്റ് ലിപ് ബാം. ദെൻ ഇനി ഹെയർ സെറ്റ് ചെയ്യണം. ലിപ്സ്റ്റിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എടുത്തുള്ളൂ. സോ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഒരു മോസ്റ്റ് ഓഫ് ഡേയ്സ് ഐ എം ഡൂയിങ് ദിസ് ഹെയർ സ്റ്റൈൽ ബിക്കോസ് ഇറ്റ്സ് മോർ കംഫി ഫോർ മീ. ചില ആൾക്കാർക്ക് പറയും അമ്മ കേട്ടോ, ബട്ട് ഈ അമ്മ കേട്ടോ എനിക്ക് കൂടുതൽ കംഫർട്ട്. സോ ഓൾമോസ്റ്റ് ഡേയ്സും ഞാൻ വർക്കിന് പോകുമ്പോൾ ഇങ്ങനെയായിരിക്കും ഹെയർ സ്റ്റൈൽ ചെയ്യുക. ബിക്കോസ് ഇത് എനിക്ക് ഒരുപാട് കംഫർട്ടാണ്. ദാറ്റ്സ് ദ റീസൺ. യുനോ ഇപ്പോൾ നല്ല ഹോട്ടാണ്, ചൂടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മുടി മേത്തേക്ക് വരുന്നത് എനിക്കിഷ്ടമില്ല. എൻ്റെ ലോങ് ഹെയർ ആയ കാരണം ഞാനിത് എപ്പോഴും കെട്ടി വയ്ക്കും. ട്രാവൽ ചെയ്യുമ്പോഴും ഇത് ഭയങ്കര കംഫർട്ടാണ്. കാണിക്കില്ല ഗൈസ്. ലെറ്റർ എഴുതിയേക്കുന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യത്തിലാണ്. അത് ഇപ്പം ഞാൻ പറയുന്നില്ല. ഞാൻ ലിപ്സ്റ്റിക് ഇടാണ്ടായപ്പോൾ എന്താ പോലെ എൻ്റെ ഫേസ്. അതിപ്പം ഞാൻ പറയുന്നില്ല. ലൈക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. ഫോർ മീ ഇറ്റ്സ് എ ഗുഡ് തിങ്. എന്നെ സ്നേഹിക്കുന്നവർക്കും ഇറ്റ്സ് എ ഹാപ്പി തിങ്. ദാറ്റ്സ് ഇറ്റ്, ദ ക്ലൂ. സോ ഇപ്പം നമുക്ക് പോയിട്ട് ഞാൻ പഠിക്കാം, പോവാം. ഇപ്പോൾ സമയം 11:15 സോ ഞാനിന്ന് ഫുഡ് എടുക്കണ്ടെന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് ഇവിടെ നിന്ന് ഞാൻ ചോറ് കഴിച്ചു പോകും. പിന്നെ ഞാനവിടെ പോയി ചോറ് കഴിക്കാൻ എനിക്ക് വൈകിയ ചോറ് തോന്നുന്നു എനിക്ക് മടുത്ത്. എന്തെങ്കിലും വാങ്ങിത്തരാണെങ്കിൽ പൈസയില്ല. സോ അടവായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ബ്രെഡും ജാമും ബട്ടറും സുലഭമായി അവിടെ കിട്ടും. സോ ബ്രെഡും ജാമും കഴിക്കാം, പിന്നെ പാല് കുടിക്കാം. അപ്പം അത്രയൊക്കെയാണ്.
അപ്പോൾ ആ ഒരു ബോട്ടിൽ വെള്ളം കഴിഞ്ഞു, 1/2 ലിറ്റർ കഴിഞ്ഞു. സോ ഇനി പോയിട്ട് നമുക്ക് ഞാൻ പഠിക്കാം, എന്നിട്ട് പോവാം. സമയമായി ഗൈസ്. ദിസ് ഇസ് മൈ ചെറുപയർ കറി. ഇന്ന് അച്ചാറുണ്ട്, ചെറുപയർ കറി, ചോറ് ഞാൻ ഇതിൽ ഈ ഓവനിൽ വെച്ചു. ദെൻ വി ഹാവ് അനദർ ഓവൻ. നമുക്ക് 2 ഓവനുണ്ട്. സോ ചെറുപയർ കറി ഇവിടെ വയ്ക്കാം. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഗൈസ്. ഓട്ടായിരുന്നു, വീട്ടിൽ നിന്നിങ്ങനെ ഓട്ടാണ്. വേഗമൊക്കെ ഇട്ട് ട്രെയിനിൽ കയറിയപ്പോൾ സമയം 1:15. അപ്പം ഞാനിപ്പോൾ ട്രെയിനിലാണ്, ഓൾമോസ്റ്റ് എത്താറായി. ഹറിബറി ആയിട്ടുള്ളൊരു ഓട്ടമായിരുന്നു. അപ്പം അതേ ഇപ്പോൾ ഫൈനലി പിന്നെ നൈറ്റായിരിക്കും വണ്ടി എടുക്കുക. വർക്ക് കഴിഞ്ഞിട്ട് വർക്കിൻ്റെ ഇടയിൽ പറ്റുമോ നോക്കാം, പറ്റുവാണെങ്കിൽ കുറച്ച് ക്ലിപ്സ് എടുക്കാം. അപ്പം ഇതൊക്കെയാണ് ആക്ച്വലി ഒരു ദിവസം. ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ, എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി മുക്കാലും കഴിഞ്ഞു. ലൈക്ക് ഹാഫ് പോർഷൻ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലിൽ വർക്കും ടൈമും, പിന്നെ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. ദെൻ കുറച്ച് ജേണലും കാര്യങ്ങളൊക്കെ എഴുതുന്നു, ഉറങ്ങുന്നു. ദാറ്റ്സ് ഇറ്റ് മൈ ഡേ. ഇപ്പോൾ ഈയിടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ പീരീഡ്സ് ആയിരുന്നു. സോ എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആണ്. അതുകൊണ്ട് ഭയങ്കര ബ്ലോട്ടിങ് ഫീസ്. ഷുഗർ ക്രേവിങ്സ് ഭയങ്കര ഹൈ ആയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട്. ഐസ്ക്രീമും മിഠായും ചീക്സൊക്കെ കണ്ട ഗുളുഗുളുവായി. അപ്പോൾ വർക്കിന് ഞാൻ കയറി. വർക്കിന് കയറി കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ കോലം. സോ എൻ്റെ ബിഹൈൻഡ് കാണുന്നത് ഓപ്പറേഷൻ തിയേറ്ററാണ് ഗൈസ്. സോ ഇന്നത്തെ വർക്ക് ഉഷാറായി കഴിയും. എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വർക്കൊന്നുമല്ലോ, വെറുതെ പറഞ്ഞതാണ്. വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഫുഡ് കഴിക്കും, പിന്നെ വീട്ടിലോട്ട് പോവും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണ്, മിൽട്ടൺ കീൻസ് ഹോസ്പിറ്റലിലാണ്. ഞാൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എനിക്ക് സ്ക്രബ് യൂണിഫോം. ദിസ് ഈസ് ദ ഓപ്പറേഷൻ തിയേറ്റർ. ദാറ്റ്സ് വൈ ഐ ആം വെയറിങ് ദി സ്ക്രബ്. നമ്മുടെ നാട്ടിൽ ഈ സ്ക്രബ് ഇടുന്നത് ഡോക്ടേഴ്സാണ്. ഇവിടെ ഡോക്ടേഴ്സിന് ഓറഞ്ച് കളറാണ്. ദിസ് ഈസ് ഫോർ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവർക്ക്. ഇവിടെ നാട്ടിൽ ബ്ലൂ ഫോർ ഡോക്ടേഴ്സിനാണ്. ഇത് റിക്കവറി ഏരിയ ആണ് ആക്ച്വലി. റിക്കവറി ഏരിയ, പേഷ്യൻസ് ഒന്നുമില്ല. ഇത് ഈ മരുന്നുകളും സംഭവങ്ങളൊക്കെ വയ്ക്കുന്നതാണ്. ഞാൻ മെഡിക്കൽ ഫീൽഡ് അല്ലാത്ത കാരണം എനിക്ക് ഇങ്ങനത്തെ വർക്കൊന്നും, മരുന്നുകളോ ഇതൊന്നും സംബന്ധമായിട്ടുള്ള വർക്കുകളൊന്നുമില്ല. എനിക്ക് ഫുൾ സിസ്റ്റം വർക്കാണ്. സോ ദിസ് ഈസ് മൈ ഏരിയ. എനിക്ക് എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്. എനിക്ക് മരുന്ന് പേഷ്യൻസിനെ ഇതാക്കുന്നൊന്നുമില്ല. എനിക്ക് പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ സിസ്റ്റത്തിൽ കയറ്റുക, അതുപോലെ തന്നെ കോൾസ് എടുത്ത് ബുക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് മൈ ഡ്യൂട്ടി. അതാണ് ഞാൻ കളിയാക്കി പറഞ്ഞത് എനിക്ക് പണിയൊന്നും ഇല്ലെന്ന്. ബട്ട് പണിയുണ്ട്. ബട്ട് നാട്ടിലെ പോലെ അങ്ങനെ സത്യകടന്ന് പണിയെടുക്കണ്ട. ദാറ്റ്സ് ഇറ്റ്. ഞാൻ സ്റ്റുഡൻറ്റ് ടൈമിൽ വർക്ക് ചെയ്യുന്നിരുന്നത് ഭയങ്കര ഹെവി ആയിട്ടാണ്. ലൈക്ക് സ്റ്റുഡൻറ്റ് ടൈം വാസ് ഹാർഡ്. സോ ദാറ്റ് ടൈം ലൈക്ക് പണിയെടുക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ പണിയായിരുന്നില്ല. നമ്മൾ നിന്ന് ഇവിടെ നിന്ന് വെച്ചാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം, നിൽക്കാം, നടക്കാം. ബ്രേക്ക് എടുക്കണമെങ്കിൽ ബ്രേക്ക് എടുക്കാം, ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്കെപ്പോൾ തോന്നുന്നു എനിക്ക് കഴിക്കാം, എടുക്കാം. ദാറ്റ്സ് ഇറ്റ്. പണ്ടൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് പെർമിഷൻ അവർ പറയും ബ്രേക്ക് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാം, ആ സമയത്ത് പോകാൻ പറ്റത്തുള്ളൂ. ബട്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ പെർമിഷനാണ്. നമ്മളെ ഫോഴ്സ് ചെയ്യാനൊന്നും ആരുമില്ല. നമ്മൾ നമ്മുടെ വർക്ക് തീർക്കാൻ പോവുക. ദാറ്റ്സ് ഇറ്റ്. നമ്മളാർക്കും ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. അത്രയുള്ളൂ ഇവിടെ. ഗൈസ്, അങ്ങനെ വർക്ക് ഓൾമോസ്റ്റ് കഴിയാറായി. ഈ മണിക്കൂറുകൾ മാത്രം ഞാൻ വീട്ടിലേക്ക് പോകാൻ. ഐ ആം സോ ടയേർഡ്. ടയേർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ മേലെനിക്ക് പണിയെടുത്തിട്ട് ടയേർഡല്ലോ, ഇരുന്നിരുന്ന് ടയേർഡായി. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇറങ്ങി നടക്കാമെന്ന് ചോദിച്ചു. ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി. ഇപ്പോൾ ഐ ഫീൽ ഹംഗ്രി. സോ ഞാനിന്ന് എൻ്റെ ഫുഡ് എടുത്തിട്ടില്ല. ബിക്കോസ് യെസ്റ്റർഡേ ഞാൻ ഫുഡ് എടുത്തു, ഞാൻ കൊണ്ട് കളഞ്ഞു. അതിൻ്റെ തലേന്ന് ഫുഡ് എടുത്ത് കൊണ്ട് കളഞ്ഞു. എനിക്കറിയത്തില്ല, എനിക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. മേ ബി ചോറ് തന്നെ തിന്നുന്ന കാരണമായിരിക്കും. ഞാൻ വേറൊരു ഫുഡും അങ്ങനെ കഴിക്കാറില്ല. ബ്രഞ്ചായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങുന്നു. ഞാൻ ഇവിടെ വന്ന് വൈകിയും ചോറ്, എനിക്ക് വൈകിക്ക് ചോറ് വേണ്ട. സംതിങ് സ്പെഷ്യൽ ഐ വോണ്ട് ടു ഈറ്റ്, ബട്ട് ഐ ഡോണ്ട് ഹാവ് മണി. സോ അതുകൊണ്ട് ചോറ് തന്നെ തിന്നും.
പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഐസ്ക്രീം സ്നാക്സൊക്കെ മേടിച്ച് കഴിക്കും. അങ്ങനത്തെ കഴിക്കാനാണ് ക്രേവിങ്സ്. ഐ ഡോണ്ട് നോ, ഇപ്പോൾ ഭയങ്കര അൺഹെൽത്തിയിലോട്ടാണ് പോക്ക്. സോ നമുക്ക് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ബ്രെഡും ബട്ടറും കഴിക്കാം. ബ്രെഡും ബട്ടറും വേറെ വഴിയില്ല, വിശക്കുന്നുണ്ട്, വിശപ്പ് മാറ്റാൻ. പിന്നെ അവിടെ കഴിക്കുന്നതൊക്കെ ഫുൾ ഇംഗ്ലീഷ് ഫുഡാണ്. പാസ്ത, സ്പാഷ്ഡ് പൊട്ടേറ്റോസ് ആൻഡ് സ്പെഗത്തി, ലൈക്ക് ഫുൾ ഇംഗ്ലീഷ് ഫുഡാണ്. എനിക്കതൊന്നും പറ്റത്തില്ല. ഐ കാൺ ഈറ്റ് ദാറ്റ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും മുളകൊക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ എനിക്കത് പറ്റത്തില്ല. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സാൻഡ്വിച്ച് ഇരിക്കുന്നുണ്ട്, ജസ്റ്റ് ചീസ് വെച്ച സാൻഡ്വിച്ച് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. എനിക്ക് പറ്റുന്നില്ല ഇംഗ്ലീഷ് ഫുഡ്. എനിക്ക് ഇംഗ്ലീഷ് ഫുഡിൽ ആകെ ഇഷ്ടമുള്ളത് ബ്രോസ്റ്റഡ് ചിക്കൻ. അതിനോട്ട് ഇംഗ്ലീഷ് ഫുഡ് അത് നോർമൽ പീപ്പിൾ എല്ലാവരും ഇപ്പോൾ കഴിക്കുന്നതാണ്. പിന്നെ ഫ്രൈസ്, വേറെ ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. റാപ്പ് മാഗ്ഡിയിലാണെങ്കിൽ ഓക്കെ, വേറെ ഒരു ഫുഡും എനിക്ക്. പിന്നെ ഞാൻ വർക്ക് ചെയ്ത ഫാർമസിയിലെ ഫുഡ് നൈസ് ചെയ്യുന്നു, പക്ഷെ അത് ഫുള്ള് മിഡിൽ ഈസ്റ്റ് ടേസ്റ്റാണ്. അവരൊക്കെ നമ്മുടെ നിന്ന് കടം മേടിച്ചതും അറബിക് ടേസ്റ്റുകളാണ്. സോ ദാറ്റ്സ് ഇറ്റ് ടുഡേ. സോ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഹൗസ് മൈ മേക്കപ്പ് ടുഡേ. ഞാനിന്ന് സ്പ്രേ ഒക്കെ അടിച്ചു, കാരണം ലൈക്ക് ഞാൻ സ്പ്രേ ഡെയിലി അടിക്കാറില്ല, വല്ല ഫങ്ഷൻ ആണെങ്കിൽ മാത്രം ലാസ്റ്റ് ചെയ്യാൻ. ബട്ട് ടുഡേ ഞാൻ അടിച്ചു. സോ ലുക്ക് മൈ സ്കിൻ ടുഡേ. മോൻപേയുടെ മിഴികൾ. സോ നമുക്ക് പോയിട്ട് ബ്രെഡും ബട്ടറും തിന്നാം, വേറെ വഴിയില്ല, വിശക്കുന്നുണ്ട്. ടോസ്റ്റ് ചെയ്ത ബ്രെഡും ബട്ടറും തിന്നാം. സോ നൗ എൻ്റെ ബ്രേക്ക് ടൈമാണ്. ഞാൻ ബ്രെഡ് ടോസ്റ്റും ബട്ടറും കഴിക്കാം. ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ് റൂം. അവിടെ 2 ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് എനിക്ക് ഇംഗ്ലീഷ് ഫുഡ് കഴിക്കത്തില്ല. ഇത് കഴിഞ്ഞ് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വീട്ടിൽ പോവാം. ദാറ്റ്സ് ഇറ്റ്. ടുഡേയ്സ് വർക്ക് ഈസ് ഡൺ. അപ്പോൾ കുറച്ച് വിശപ്പ് മാറി. നമുക്കിവിടെ വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്, ബട്ട് കുറച്ച് വിശപ്പൊക്കെ മാറി. ഇനി നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, നോർമൽ ഡ്രസ്സിലോട്ട് വരാം, പോവാം. സോ വീട്ടിൽ പോവാം. ബൈ ബൈ. So guys, now I'm going to home like same way. മോർണിംഗ് ഞാൻ പോയ അതേ വഴിയിലൂടെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇപ്പോൾ സമയം 8:45. ഐ ഹാവ് മൈ ടീ, മൈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടീ. നോട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ബട്ട് ഞാൻ കുടിക്കുന്നത് ഈ ടൈമിലാണ്. അപ്പോൾ ലൈക്ക് ലണ്ടൻ ലുക്ക് ലൈക്ക് നൗ. ഇപ്പോൾ 8:55 ആവാറായി. ബട്ട് ഇതുവരെ സ്കൈ ഡിമ്മായിട്ടില്ല, സ്റ്റിൽ വെട്ടമുണ്ട്. സോ സമ്മറായ കാരണമാണ് ഇങ്ങനെ. വിത്തിൻ ഡേയ്സ് കൊണ്ട് ഇത് മാറും. ഇനി ഒന്ന് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷപ്പായി. എൻ്റെ ഐസ്ക്രീം ഇരിപ്പുണ്ട് ഗൈസ്, ഇന്നത്തോടെ എൻ്റെ ഐസ്ക്രീം തീർക്കണം. ഐസ്ക്രീമും തട്ടി ഞാൻ കിടന്നുറങ്ങല്ല. ഐ ഹാവ് ടു ഡു ലോട്ട്സ് ഓഫ് തിങ്സ് ലൈക്ക് എനിക്കതൊക്കെ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. ഒരു തെണ്ടി എൻ്റെ ബിഹൈൻഡ് പോകുന്നുണ്ട്. ഇന്ത്യനാന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ, ലുക്സ് ലൈക്ക് ഇന്ത്യൻ. കടിയന്മാർ ജസ്റ്റ് ഇട്ട് നോക്കാം. ഹായ് ഹലോ തും ഞാൻ മൈൻഡ് ചെയ്തില്ല. ബിക്കോസ് ഇവിടെ നമ്മളൊന്ന് അവർക്ക് ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി സംതിങ് ഹാപ്പൻ. ഒന്ന് ലൈക്ക് ഒരു നോട്ടം അവരുടെ മുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെന്തായാലും അടുത്തേക്ക് വരാൻ നിങ്ങളൊക്കെ ചോദിക്കും. സോ നമ്മൾ കണ്ണ് പോലും അവരെ അടുത്തേക്ക് നോക്കരുത്. ഹീ സെയ്ഡ് ഹായ്. ഞാൻ അങ്ങനെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ഇൻ ലണ്ടൻ പീപ്പിൾ ആർ ക്രേസി. അടുത്തോട്ട് വരും, പലതും ചോദിക്കും. ഡോണ്ട് കെയർ. നമ്മളവരെ കണ്ടെന്ന് പോലും നമ്മളത് കേട്ടെന്ന് പോലും നടിക്കരുത്. ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഒക്കെ ഞാൻ സമ്മറായാലും ഇപ്പോൾ വിത്തിൻ ഒരു 10 o'clock മുമ്പ് ഞാൻ വീട്ടിലെത്തും.
ബട്ട് വെൻ ഐ വാസ് ഇൻ സ്റ്റുഡൻറ്റ് ടൈം ഞാൻ 2 ജോലി ചെയ്തിരുന്നു. ഫസ്റ്റ് ടൈം 3 ജോലി ചെയ്തിരുന്നു, പിന്നെ 2 ജോലി ചെയ്തിരുന്നു. സോ ഞാൻ ആഫ്റ്റർ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് 2 AM 2 o'clock 1 o'clock ഒക്കെയാണ് വീട്ടിലെത്തുക. സോ ദാറ്റ് ടൈം വാസ് സോ സ്കാരി. ബിക്കോസ് ബസ്സിലായാലും ഒരാൾ നമ്മളെ നോക്കുന്നതാണ്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് തലയിൽ കൂടി മുഖത്തൊക്കെ ഇട്ടിരിക്കുക. ബിക്കോസ് അവർക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാവരുത് ഞാൻ മാനാണോ വുമൺ ആണോ എന്ന്. ആ ഒരു രീതിയിലാണ് ഞാനിരിക്കുക. സോ ദാറ്റ് ടൈം വാസ് ഹാർഡ് ബട്ട് നൗ ഇറ്റ്സ് ഫൈൻ. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ. ഇപ്പം ഞാൻ ഐ ഡോണ്ട് കെയർ. ആ ഒരു മൈൻഡ് യൂസ്ഡായി. ബിക്കോസ് പീപ്പിൾ ഇവിടെ ഇങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. സോ എനിക്കിപ്പോൾ ആ ഭയം പോയി. ഇപ്പം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉള്ളിൽ പേടിയാണെങ്കിലും ഞാൻ തിരിച്ച് ദേഷ്യത്തിൽ അങ്ങോട്ട് ചോദിക്കും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ബട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്യാത്ത കാരണം ഒരു പ്രശ്നങ്ങളും വരാറില്ല. അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. ഐ ആം സോ ടയേർഡ്, സോ ടയേർഡ്. ഫേസൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ ഐസ്ക്രീം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ. സോ ഇനി ഞാനൊരു നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് ഡെയിലി തന്നെയാണ് ഒരു ലൈഫ്. സംതിങ് സ്പെഷ്യൽ നടക്കുന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ആയിരിക്കും. ബാക്കി എല്ലാ ദിവസവും ഈ സെയിം റൊട്ടീനാണ് ലൈഫിൽ, മൺഡേ ടു ഫ്രൈഡേ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചാനലും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. ദെൻ ഒന്ന് ഹെയറൊക്കെ ഒന്ന് കയറ്റി കിട്ടും, ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, സ്കിൻ കെയർ ഒന്ന് ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ടുഡേ. ദെൻ